ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത, ആർക്കും തടുത്തു നിർത്താൻ സാധ്യമല്ലാത്ത ഒരു വലിയ സത്യമാണ് മരണം. അതാർക്കെങ്കിലും തടുത്തു നിർത്താനാവുമായിരുന്നുവെങ്കിൽ പലരെയും നമ്മളിവിടെ കാണേണ്ടതായിരുന്നു. നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ വിട പറയുമ്പോൾ എന്നാണ് എന്റെ ദിവസം എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. ഈ പ്രദേശങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം എത്തിക്കുന്നതിൽ വലിയ സേവനമനുഷ്ഠിച്ച സിദ്ദീഖ് ഹാജി ദിവസങ്ങൾക്ക് മുമ്പ് വിടവാങ്ങി. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞു തുടങ്ങിയത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്റെ ഒരു സഹോദരനെ കുറിച്ചായിരുന്നു. 21 വർഷം മുമ്പ് 37ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഒരു സഹോദരൻ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ടാകും. അവരൊക്കെ മരിച്ചിട്ടും മരിക്കാത്തവരായി നമ്മുടെ ഇടയിലുണ്ട്. ചില മനുഷ്യരൊക്കെ മരിക്കുമ്പോൾ നമ്മിൽപ്പെട്ട ചിലർ ആ മൃതശരീരത്തിനടുത്ത് വെച്ച് മുഷ്ടി ചുരുട്ടി വിളിക്കുന്ന ഒരു മുദ്രാവാക്യത്തിലെ വരികൾ ഞാൻ പലപ്പോഴും അത് ആലോചിക്കാറുണ്ട്. എന്താണ് അതിന്റെ അർത്ഥമെന്ന്. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് തുടങ്ങുന്ന ചില വരികൾ. സത്യത്തിൽ മരിച്ചിട്ടും മരിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ സ്മരണകളൊന്നും മരിക്കുന്നില്ല. അവരുടെ രൂപം നമ്മുടെ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ പച്ചയായ സ്മരണകൾ നിലനിൽക്കുകയും അവരുടെ മക്കളും കുടുംബക്കാരുമൊക്കെ അത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മളെപ്പോഴെങ്കിലും അത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് വല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. അതിങ്ങനെയാണ്: വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. നമ്മളൊക്കെ ആലോചിക്കേണ്ട 2 വാക്കുകളാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു മുഖവുര പറയുന്നുണ്ട് അള്ളാഹുവിനോട്. അള്ളാഹുവേ, എന്റെ ഹൃദയം ശുദ്ധമാകണം. എന്റെ ഹൃദയത്തിലൊന്നും, ഹൃദയത്തിന് പുറത്തൊന്നുമുള്ള അവസ്ഥ എനിക്കുണ്ടാകരുത്. എന്നെ സലീമായ ഖൽബിന്റെ ഉടമയാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്: വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലത്ത് വരുന്ന ആളുകളിൽ എന്റെ സൽകീർത്തി നീ നിലനിർത്തണമേ. എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന, എന്നെക്കുറിച്ച് ഓർക്കുന്ന
ആളുകൾ എന്റെ മക്കളിലും മക്കളുടെ മക്കളിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാകണേ എന്നർത്ഥം. ഇത് നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ള ഒരു പ്രാർത്ഥനയാണ്. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, യഥാർത്ഥ സുഖവും സൗകര്യവും ലഭിക്കുന്ന ജന്നത്ത്, സ്വർഗം അനന്തരമായി കിട്ടുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. ഇങ്ങനെ ഒരു പ്രാർത്ഥനയോ ഇത്തരമൊരു മനസ്സോ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. എല്ലാവരും മരിക്കും, പക്ഷെ മരിച്ച ശേഷവും നമ്മളിവിടെ ജീവിക്കണം. അതിനുള്ള ചില അടയാളങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കണം. ആ അടയാളങ്ങളിലൂടെ, നമ്മുടെ കാൽപ്പാടുകളിലൂടെ നമ്മുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ സഞ്ചരിക്കണം. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അതാണ് ഈ നല്ല മനുഷ്യരുടെ മുഖങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിന്ന് മിന്നിമറയാതെ നിൽക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മരണത്തെക്കുറിച്ച് നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. മരണത്തെക്കുറിച്ച് മാത്രമല്ല, മരണാനന്തരം എന്നെക്കുറിച്ചുള്ള സ്മരണ ഇവിടെ നിലനിൽക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. മരണമെന്ന് പറയുന്നത് ഒരു പൊടുന്നനെ വരുന്ന ഒരു സംഭവമൊന്നുമല്ല. അങ്ങനെയാണ് എല്ലാവരും പറയാറുള്ളത്. അല്ല, അതൊരു സത്യമല്ലേ? പെട്ടെന്ന് വരുന്നതാണോ അത്? ഒരു സത്യമാണല്ലോ അത്. അല്ലാഹു 3 സ്ഥലങ്ങളിൽ അത് പ്രത്യേകമായി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 160 സ്ഥലങ്ങളിൽ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 160 സ്ഥലങ്ങളിൽ. എന്തിനാണ് അങ്ങനെ കുറെ പറയുന്നത്? കുറെ നമ്മളത് വായിക്കണം, കുറെ നമ്മളത് ഓർക്കണം, കുറെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കണം. അത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, എന്നെ ഭയപ്പെടുത്താനല്ല. അല്ല, അല്ലാഹു പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോരുത്തരും, എല്ലാ മനുഷ്യരും മരണത്തെ അനുഭവിക്കും. ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്തിനാ നിങ്ങളെ മരിപ്പിക്കുന്നത്? നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളെ തകർക്കാനല്ല. നിങ്ങളൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടും. അതിനുവേണ്ടിയാണ് മരണം. നിങ്ങൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. അത് ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ നരങ്ങിയെങ്കിലും രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഒന്നുമില്ലാത്ത മനുഷ്യരോട് തിരുമേനി പറഞ്ഞില്ലേ, വലു ബിശ്ശിഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന്. എങ്ങനെയെങ്കിലും. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് നിങ്ങൾ നരങ്ങിപ്പോയാൽ എത്തുന്നത് സ്വർഗത്തിലാണ്. ഫഖദ് ഫാസ്, അന്നാണ് നിങ്ങൾ വിജയിക്കുക. അതാണ് നിങ്ങളുടെ വിജയം. ഇതിനുവേണ്ടിയാണ് മരണം, ഇതിനുവേണ്ടിയാണ് ജീവിതം. എന്നിട്ട് അല്ലാഹു ഓർമ്മിപ്പിച്ചു മനുഷ്യരോട്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ.
ഈ തരം താഴ്ന്ന ജീവിതം, ദുനിയാവിലെ ജീവിതം, ഐഹിക ജീവിതം, ഇത് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. വളരെ തരം താഴ്ന്നതാണിത്, വളരെ തരം താഴ്ന്നത്. അതുകൊണ്ട് ദുനിയ എന്ന് പേര് വെച്ചത് മുന്തിയ ചരക്കല്ല എന്നർത്ഥം. മുന്തിയ ചരക്ക് വേറുണ്ട്. അതുകൊണ്ട് ഈ മുന്തിയ ചരക്കല്ലാത്ത ഇത് മുന്തിയ ചരക്കാണെന്ന് ധരിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന നിർഭാഗ്യവാന്മാരിൽ നിങ്ങൾ പെട്ടുപോകരുത്. ക്വാളിറ്റിയുള്ളത് വേറുണ്ട്, ഇത് ക്വാളിറ്റിയുള്ള സാധനമല്ല. നമ്മൾ വാങ്ങേണ്ടതും ഉപയോഗിക്കേണ്ടതും ക്വാളിറ്റിയുള്ള സാധനമല്ലേ. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സഹോദരങ്ങളെ, മരിക്കുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനാണ് ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞത്, സിദ്ദീഖാജിയെക്കുറിച്ച് പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരു വല്ലാത്ത ചോദ്യം സൂറത്തുൽ വാഖിഅയിൽ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. വല്ലാത്തൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് നമ്മളൊക്കെ സാക്ഷികളാകാറുണ്ട്. അള്ളാഹു ചോദിക്കുന്നത്, എന്നാൽ ഒരാൾ അവന്റെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് പിടിച്ചു നിർത്താൻ കഴിയാത്തത്? അവന്റെ ജീവൻ പോവുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹമില്ല പിടിച്ചു നിർത്താൻ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ പറയുന്നത് വലിയ ടെക്നോളജിയുടെ യുഗത്തിലാണ് നിങ്ങൾ എന്നല്ലേ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, ആ യുഗത്തിൽ പോലും നിങ്ങൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാനല്ലാതെ മറ്റെന്തിനെങ്കിലും സാധ്യമാണോ? എന്തൊരു ചോദ്യ. എന്നിട്ട് അല്ലാഹു പറയാ, നഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നാമാണ് നിങ്ങളെക്കാൾ ആ ഘട്ടത്തിൽ അവനോട് ഏറ്റവും അടുത്തവൻ. നാം അവന്റെ അടുത്തുണ്ട്. വലാകിൻ, പക്ഷേ ലാ തുബ്സിറൂൻ, നിങ്ങളപ്പോ നമ്മെ കാണൂല. കൂടി നിൽക്കുന്ന ആരും അപ്പൊ കാണൂല അല്ലാഹുവിനെ, പക്ഷെ അവൻ കാണും. അതൊരു കാഴ്ചയാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. ഭയങ്കര അഹങ്കാരിയായ മനുഷ്യനായിരുന്നല്ലോ. അല്ലല്ല, മതമില്ല, എന്തുമാകാം. ഇവിടെ ജീവിക്കാൻ വിട്ടത് സുഖിക്കാനും ആമോദിക്കാനും ആർമാദിക്കാനുമാണ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ അള്ളാഹുവിന്റെ ചോദ്യമാണ്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമല്ലാത്തവരാണെങ്കിൽ, അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾക്കെന്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ടവളുടെ ജീവൻ മടക്കിയെടുക്കാൻ സാധിക്കുന്നില്ല? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. പറ്റുമെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചെടുക്കുക, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ നമ്മളാകാം, നമ്മുടെ സഹോദരനാകാം, സഹോദരിയാകാം, പിതാവാകാം, മാതാവാകാം, സഹധർമ്മിണിയാകാം, ഭർത്താവാകാം, മകളാകാം, മകനാകാം, സുഹൃത്താകാം. ആരായിരുന്നാലും അയാളെ നോക്കിക്കൊണ്ടിരിക്കാനല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു മന്ത്രവും അവിടെ ഫലിക്കില്ല, ഒരു ചികിത്സയും ഫലിക്കില്ല, ഒരു ചികിത്സയും ഫലിക്കില്ല. ഒരു മരുന്നും ആ മനുഷ്യനിൽ പ്രതിഫലിക്കില്ല. അല്ലാഹു ഇതൊക്കെ പച്ചയായി പഠിപ്പിച്ചത്.
സഹോദരങ്ങളെ, ഒരു നാൾ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. സംശയിച്ചു നിന്നവരോട് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ചൂണ്ടിയ ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതുൻ. നബിയോടാ പറഞ്ഞത് ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതുൻ. നബിയെ, നിങ്ങൾ മരിക്കും, അവരും മരിക്കും, ആരും ബാക്കിയാവില്ല. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് സന്ദർശിക്കുവാൻ ആളുകൾ കടന്നുവരും. അന്ന് എന്റെ മക്കൾ അനാഥരാകും, എന്റെ ഭാര്യ വിധവയാകും, എന്റെ മാതാപിതാക്കൾക്ക് മകനെ നഷ്ടപ്പെടും. എന്റെ വേർപാടിൽ എല്ലാവരും ദുഃഖിക്കും. ഇതൊക്കെയല്ലേ നമ്മൾ ആലോചിക്കല്? ഇത്രയല്ലേ നമ്മൾ ആലോചിച്ചു? അവിടെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താവും? എന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് നമുക്കുണ്ടാകേണ്ട ചിന്ത. ബാക്കിയൊക്കെ നടന്നോളൂ. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ ചിന്ത പോകേണ്ടത് ഒറ്റ കാര്യത്തിലേക്കാണ്. അത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം. മുസ്ലിം എന്നത് ഒരു കുടുംബത്തിന്റെ പേരല്ല, ഒരു വിഭാഗത്തിന്റെ പേരല്ല, ഒരു സെക്ടറിന്റെ പേരല്ല. നമുക്കറിയാം ആരാണ് മുസ്ലിം എന്ന്. ആ മുസ്ലിമായി മരിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? ബാക്കിയൊക്കെ പോട്ടെ, ആഗ്രഹമുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? യാക്കൂബ് അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമും അവരുടെ മരണവേളയിൽ മക്കളെ ഉപദേശിച്ച ഒരു അവസാനത്തെ വസിയ്യത്തുണ്ട്. ആ വസിയ്യത്ത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യമാണ് ആ വസിയ്യത്തിലുള്ളത്, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അങ്ങനത്തെ ഒരു വസിയ്യത്ത് നൽകുന്നതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യൂസുഫ് അലൈഹിസ്സലാം പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് അധികാര കസേരയിലിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായ ഒരു സന്ദർഭം, പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ജീവിത വിഭവങ്ങൾ ഇഷ്ടം പോലെ കിട്ടി സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓർത്തു, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്. റബ്ബേ, ഒരുപാട് അധികാരസ്ഥാനങ്ങൾ നീ എനിക്ക് നൽകി, മറ്റാർക്കും പഠിപ്പിക്കാത്ത പല വിജ്ഞാനങ്ങളും, സ്വപ്നത്തിന്റെ വ്യാഖ്യാനമടക്കമുള്ള വിജ്ഞാനങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഫാത്തിറസ് സമാവാതി വൽ അർദ്. റബ്ബേ, നീ മാത്രമാണ് ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. നീ മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ വലിയ, എന്നെ സംരക്ഷിക്കാനുള്ളത് നീ മാത്രമാണ്. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അവസാനത്തെ വരി നമ്മളൊക്കെ പറയാറുണ്ട്, പക്ഷെ പറയേണ്ടത് അവസാനത്തെ വരിയല്ല, അവിടുന്ന് തുടങ്ങണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളും അനുഗ്രഹങ്ങളും നിഅമത്തുകളുമൊക്കെ മുമ്പിൽ കൊണ്ടുവന്നു വച്ച് അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പറയണം, നല്ല മക്കളെ തന്നു നീ, നല്ല ഇണയെ തന്നു, നല്ല വീട് തന്നു, നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ജോലി തന്നു, നല്ല സൗകര്യം തന്നു. റബ്ബേ അൻത ഫാത്തിറസ് സമാവാതി വൽ അർദ്. എനിക്ക് ഇത് തരാൻ കഴിയൂ, നീ തന്നതാ. എനിക്കൊരപേക്ഷയുണ്ട്, ഇതൊക്കെ തന്ന നിന്നോട് എനിക്കിത് മാത്രം പോരാ.
എനിക്കിത് മാത്രം പോരാ, എനിക്കൊരപേക്ഷയുണ്ട്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, മരണത്തെക്കുറിച്ച് പറയുക എന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മുടെ ഹൃദയം ഉണരാൻ വേണ്ടിയാണ്. നമ്മെ ബാധിച്ചിട്ടുള്ള വലിയ ഒരു മഹാരോഗമുണ്ട്, ഗഫ്ലത്ത് എന്ന രോഗം, അശ്രദ്ധ എന്ന രോഗം. ആ രോഗത്തിനുള്ള ഔഷധം ഇത് മാത്രമാണ്. നമ്മുടെ ഹിമ്മത്ത് കരുത്തുകൂടാനുള്ള ഏക വഴി ഇത് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ മുഅ്മിനീന അഖ്യസ്, വിശ്വാസികളിൽ ആരാണ് ഏറ്റവും ബുദ്ധിമാനെന്ന്. ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഡിഗ്രി അല്ല നബിയുടെ മുമ്പിൽ വന്നത്. ഒരുപാട് ഡിഗ്രികളില്ലേ, ഒരുപാട് തരത്തിലുള്ള വളർച്ച മനുഷ്യനില്ലേ? ഒന്നുമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത്, ചിന്തിക്കാൻ കഴിയുന്നത്, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ചിന്തിക്കണം. നമ്മൾ കാണണം, നമ്മൾ മരിക്കുന്നതും നമ്മളെ കഫൻ ചെയ്യുന്നതും നമ്മളെ മയ്യത്ത് കെട്ടിൽ വെച്ച് കൊണ്ടുപോകുന്നതും നമ്മുടെ ഖബറിൽ വെക്കുന്നതും മലക്കുകൾ വന്ന് നമ്മുടെ വിചാരണ ചെയ്യുന്നതും നമ്മളൊക്കെ കാണണം. ഈ ഒരു ചിന്ത, ഈ ഒരു ചർച്ച നമ്മുടെ വീടുകൾക്കകത്തുണ്ടാകണം, നമ്മുടെ ഗെറ്റ് ടുഗദറുകളിൽ ഉണ്ടാകണം. എങ്കിൽ നമുക്ക് കിട്ടുക, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും, നമ്മുടെ മനസ്സ് നന്നാവും. നമ്മൾ എത്ര മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുവോ, വർത്തമാനം പറയുന്നുവോ, അത്രയും നാം ഗഫ്ലത്ത് എന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും, അശ്രദ്ധ എന്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടും. നമ്മുടെ ഇച്ഛകൾ ദുർബലമായി കിട്ടും. ഇന്ന് ഇച്ഛകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇച്ഛകൾ ദുർബലമായി കിട്ടും. നമ്മുടെ അവയവങ്ങൾ നേരെ നിൽക്കും. നമ്മൾ പറയുന്നതനുസരിച്ച് അവയവങ്ങൾ പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ ആകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, കഫാ ബിൽ മൗതി വാഇളൻ, കഫാ ബിൽ മൗതി വാഇളൻ വകഫാ ബിൽ യഖീനി ഗിനാ. ഉപദേശകനായി മരണം മാത്രം മതി, ധന്യതയായി, ധനമായി, യഖീൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ ഉറപ്പ്, അത് മാത്രം മതി. എന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട ജീവിത സൗഭാഗ്യം നൽകും. ദുനിയാവുമായുള്ള നമ്മുടെ അടങ്ങാത്ത അഭിനിവേശമുണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ഒരു മോർച്ചറിയിൽ അറ്റൻഡറായി ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലെ കത്ത് വിട്ടോ എന്ന് എനിക്കറിയില്ല. ആ ചെറുപ്പക്കാരൻ, അറ്റൻഡറായ ചെറുപ്പക്കാരൻ പറയുന്നത്, വേദനയോടുകൂടി അദ്ദേഹം പറയാം, കഴിഞ്ഞ ഒരു വർഷം 23ഓളം 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്റെ മോർച്ചറിയുടെ മേശപ്പുറത്ത് വന്നു എന്നാണ്. അവരൊക്കെയും ആത്മഹത്യ ചെയ്തതാണ്. എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ പഠിപ്പിച്ചു നമ്മളെ കുട്ടികളെ, ഈ ദുനിയാവാണ് വലുത്. സകല മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവരുടെ മുമ്പിൽ നമ്മൾ കുട്ടികളെ ഇരുത്തി. ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകളിൽ അവരെ കൊണ്ടുപോയി ഇതിന്റെ കൗൺസിലിംഗ് നടത്തി. ഈ കുട്ടികളുടെ മുമ്പിൽ ദുനിയാവിൽ കിട്ടേണ്ട സർട്ടിഫിക്കറ്റ്സിന്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെയും ഡിഗ്രിയുടെയും ജോലിയുടെയും ഒക്കെ മഹിമ പറഞ്ഞ് പഠിപ്പിച്ചു.
കിട്ടാതെ പോയപ്പോ അവര് നിരാശരായി. സത്യത്തിൽ ഈ കടലാസ് കഷ്ണമാണോ ജീവിതം? ആണോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ കരുതരുത് സഹോദരന്മാരെ, ഈ സമ്പത്താണ്, എനിക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ്, എന്റെ വിദ്യാഭ്യാസമാണ്, എന്റെ സർട്ടിഫിക്കറ്റുകളാണ്, എന്റെ ജോലിയാണ്. ഇതാണോ സഹോദരന്മാരെ ഞാൻ? ഇത് അവശേഷിക്കുമോ? ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി പ്രിയപ്പെട്ടവർ വെക്കുമ്പോ ഇതിൽപ്പെട്ട വല്ലതും അതിൻ്റെ ഉള്ളിലുണ്ടാവോ? ഈ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചേ മതിയാവും. മൂന്നാമതായി സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആകേണ്ടതുണ്ട്. ജീവനില്ലാത്ത കുറെ സംഗതികളാണ്. ജുമാക്ക് വന്നിരുന്നാൽ പോലും ഉറങ്ങാതിരിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുര്യോഗമല്ലേ സഹോദരങ്ങളെ? ഒരാഴ്ച ജീവിക്കാനുള്ള ഇന്ധനമാണ്, ഫ്യൂവലാണ്. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ കിട്ടേണ്ടതെങ്കിൽ എന്റെ വണ്ടിയിൽ ആ ഇന്ധനം ആവശ്യമില്ല എന്ന് പറയുന്ന ദുര്യോഗത്തിന്റെ ഉടമകളായി മുസ്ലിം സമൂഹത്തിലെ പള്ളികൾ മാറിയില്ലേ? ആളുകൾ മാറിയില്ലേ? എവിടുന്നാ നമുക്ക് പവർ കിട്ടുക? നമ്മുടെ കർമ്മങ്ങൾക്ക് എവിടെയാണ് പവർ ഉണ്ടാവുക? നമ്മൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്, പക്ഷേ റബ്ബുമായുള്ള ബന്ധമുണ്ടാകുന്നില്ല. നമ്മൾ ഖുർആൻ വായിക്കുന്നുണ്ട്, പക്ഷേ ആ ഖുർആനിലൂടെ റബ്ബുമായി സംസാരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ദിക്ർ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഉള്ളിൽ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുന്നില്ല. അല്ലേ? മാറണമെങ്കിൽ ഒരു വഴിയുള്ളൂ. നിങ്ങൾ മരണത്തെക്കുറിച്ച് പറയണം, സംസാരിക്കണം, ചിന്തിക്കണം. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരുപാട് മുസീബത്തുകൾ, ആപത്തുകൾ, പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. സത്യത്തിൽ അതൊക്കെ മുസീബത്താണോ? അല്ലല്ലോ. ഏറ്റവും വലിയ മുസീബത്ത് എന്ന് നമ്മുടെ ഭാഷയിൽ വിശേഷിപ്പിക്കാവുന്ന ഈ മരണവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാര. പക്ഷെ അത്തരമൊരു താരതമ്യപ്പെടുത്തലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്തു വേണം? അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും ഓർക്കണം, ആഖിറത്താണ് നമ്മുടെ ജീവിതം, ദുനിയാവല്ല. ആഖിറത്താണ് നമ്മുടെ ജീവിതം എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിലേ ഈ ദുനിയാവ് നമ്മുടെ മുമ്പിൽ നിസ്സാരമാവുകയുള്ളൂ. അതുകൊണ്ടാ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ കേൾപ്പിക്കുന്നത് എന്തുപറ്റി നിങ്ങൾക്ക്? നിങ്ങളിപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ നിലവാരമില്ലാത്ത ജീവിതത്തിനാണല്ലോ. നിങ്ങൾക്കറിയില്ലേ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ് ഉത്തമം, അതാണ് എന്നെന്നും അവശേഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? സഹോദരങ്ങളെ, ഇതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം സമ്പന്നമാകൂ. നമ്മൾ ആലോചിക്കണം, ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫലം മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകും, നമ്മൾ നന്നാകും. സഹോദരങ്ങളെ, എങ്ങനെയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക? എങ്ങനെയാണ് ചിന്തിക്കുക? വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കൽ ഒരു ഖുതുബയിൽ കേട്ടാൽ മതിയാവൂല. നമുക്കല്ലാഹു അവസരങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരിങ്ങനെ മരിച്ചു പോകുന്നു, അത് അവസരമാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, ലോകത്തൊരു രാജ്യത്തുമില്ലാത്ത പ്രത്യേകത. എന്താ വെച്ചാൽ ചരമം എഴുതാൻ ഒരു പേജാ. ഞാൻ എവിടെയും കണ്ടില്ല, വേറെ എവിടെയും. ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്, എന്തിനാണ് ഇത്ര അധികം? അത് അറിയിക്കാൻ മാത്രമല്ലല്ലോ, അറിയിക്കാൻ ഇന്ന് വേറെ ഒരുപാട് സംവിധാനമുണ്ട്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നാളെ എന്റെ ഫോട്ടോ അവിടെ ഉണ്ടാവും, എന്റെ പേരുണ്ടാകും, നാളെ ഞാനായിരിക്കും അവിടെ. വായിക്കണം, നമ്മളത് ശ്രദ്ധിക്കണം, ഓർക്കണം സഹോദരന്മാരെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല വഴിയാണ് ഖബർ സിയാറത്ത്. അതും ഇന്ന് രൂപം മാറ്റി. ഖബർ സിയാറത്ത് ആഘോഷങ്ങളായി മാറി. ഖബർ സിയാറത്ത് മൗനമായിരിക്കണം, ശാന്തമായി. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന, സമാധാനം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ മരിച്ചുപോയ ഉപ്പയുടെയോ ഉമ്മയുടെയോ ഖബറിടത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. നിങ്ങളുടെ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ പോയി അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ സലാം പറയണം, അവരോട് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്നിട്ട് ആ പോക്ക് എന്തിനാ? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. അവിടെ ചെന്നിട്ട് നമ്മൾ പറയാം, നിങ്ങൾ നേരത്തെ പോയില്ലേ, ഞാനും വരും, സാരല്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ 160ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന്. വളരെ വിനീതമായ എന്റെ ഒരപേക്ഷയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വചനമെങ്കിലും ഖുർആനിൽ നിന്ന് വായിക്കണം. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്തുൽ വാഖിയയിലുള്ളതാണ്. വാഖിയ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കണം. അതിന്റെ ഉള്ളിലിരുന്ന് വായിക്കണം, പുറത്തിരുന്നിട്ടല്ല. നിങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങളുടെ ഹൃദയം മനസ്സും വേറൊരു സ്ഥലത്തുമായി നിങ്ങൾ വായിക്കരുത്. സാധിക്കാത്തവർ സൂറത്തുൽ ഖാരിയയെങ്കിലും വായിക്കണം. ചെറുതല്ലേ, വളരെ ചെറുതാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞത്. അത് വായിക്കുമ്പോ നമുക്ക് അനുഭവപ്പെടും, നമ്മൾ ശരിക്കത് മനസ്സിലാക്കും. അതാണ് സഹോദരങ്ങളെ. അതുപോലെ മനുഷ്യനെന്ന ഈ മഹാജീവിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച്, ദുർബലതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു ചെറിയ വൈറസ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, മൈക്രോസ്കോപ്പുകളെ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത ഒരു വൈറസ് മതി നമ്മളെ പിടിച്ചുലക്കാൻ. അതാണ് നാം. അത്രയേ ഉള്ളൂ നമുക്ക് കരുത്ത്. ഒരു വൈറസ് വന്നാൽ ആ വൈറസിന് നമ്മളൊരു പേരിടും, നമ്മുടെ ആളുകൾ ഒരു പേരിടും. ആ പേരിട്ടവർ പോലും ആ വൈറസ് ആക്രമിച്ച് നശിപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇത്രയും ദുർബലരാണ് നാം. അതോടൊപ്പം സഹോദരങ്ങളെ, എല്ലാ ദിവസവും കിടക്കപ്പായയിലേക്ക് പോയി ആ പായയിലിരുന്ന് നിങ്ങൾ ഓർക്കണം, ചോദിക്കണം നിങ്ങളോട്, ഇതെന്റെ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? എല്ലാവരും ചോദിക്കണം. ഇതെന്റെ അവസാനത്തെ ആകുമെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? സർവോപരി സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥന പറഞ്ഞല്ലോ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അതുപോലെയുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുവേ, എന്റെ ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാകണേ. അതേതാ? നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയണം അല്ലാഹുവിനോട്, എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം യൗമ അൽഖാക്, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാകണേ. ഇങ്ങനെ നമുക്ക് സഹോദരങ്ങളെ ഈ ഒരു രീതിയിൽ നമുക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിന് മാത്രമേ സമാധാനം കിട്ടൂ, സന്തോഷം കിട്ടൂ. ആ ജീവിതം മാത്രമേ ധന്യമാകൂ. അല്ലാഹു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും മനോഹരമായ ഒരു വാചകമാണ് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ ഇത്തബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അല അല്ലാഹിൽ അമാനി. നല്ല ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു,
അവന്റെ മനസ്സിനെ വിചാരണ നടത്തിയവനാണ്. മനസ്സിന്റെ പിറകെ പോയവനല്ല, മനസ്സിനെ ശ്രദ്ധിച്ചു, സൂക്ഷിച്ചു, അതിനെ വിചാരണ നടത്തി. അവനാണ് നല്ല ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്നിട്ട് മനസ്സിനെ അഴിച്ചുവിടാതെ പിടിച്ചു കെട്ടി വിചാരണ നടത്തി മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുത്തവൻ അവനാണ് ബുദ്ധിമാൻ. അവനാണ് ബുദ്ധിമാൻ. വൽ ആജിസ്, ബുദ്ധിയില്ലാത്തവനാരാ? മനിത്തബഅ നഫ്സഹു ഹവാഹ. അവന്റെ ഇച്ഛകളുടെ പിറകെ അവന്റെ മനസ്സ് സഞ്ചരിച്ചു. ഇഷ്ടത്തിന്റെ പിറകെ. ഇഷ്ടത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാനാവണം. ഇഷ്ടത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാനാവണം. എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടമാകണം, റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ്. അപ്പോഴാണ് എന്ത്? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നല്ല ദിവസമാവുകയുള്ളൂ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരന്മാരെ, എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു വിശ്വാസി അവൻ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, അവനെപ്പോഴും അവനെ വിചാരണ നടത്തണം. ഒരു വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് അവനെ വിചാരണ നടത്തണം. ആ വിചാരണയിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്റെ കൽബിനെ കുറിച്ചായിരിക്കണം. എന്റെ ഹൃദയം ശുദ്ധമാണ്. ഓരോരുത്തരും ചോദിച്ചു നോക്കണം, ഓരോരുത്തരും നോക്കണം. എനിക്ക് നിങ്ങളെ കാണുമ്പോ മുഖം ചുളിഞ്ഞു പോകുന്നുണ്ടോ? നെറ്റി ചുളിഞ്ഞു പോകുന്നുണ്ടോ? വല്ലാത്ത ദുരവസ്ഥയിലാണ് സമൂഹം ജീവിക്കുന്നത്. ഒരു കിടക്കയിൽ ഒന്നിച്ചു കിടക്കുന്ന ദമ്പതികൾക്ക് പോലും, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ, ഞാൻ പറയുന്നില്ല, ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നവർ, അയൽവാസികൾ, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവർ, വളരെ ചീത്തയാണ് ഹൃദയം. രക്ഷപ്പെടൂല. അത് വിചാരണ നടത്തേണ്ട വിഷയം. രണ്ടാമത്തേത്, നമ്മുടെ നാവിനെ കുറിച്ച് വിചാരണ നടത്തണം. എന്റെ നാവ് വിശുദ്ധമാണോ? എന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ. മൂന്നാമത്തേത് സഹോദരങ്ങളെ, നമ്മുടെ സ്വലാത്തിനെ കുറിച്ച് വിചാരണ നടത്തണം. ഏറ്റവും പ്രധാനമാണത്. എന്റെ സ്വലാത്ത് ശരിയാണോ? എന്റെ സ്വലാത്ത് പൂർണ്ണമാണോ? എന്റെ നമസ്കാരം കൃത്യമാണോ? എന്റെ നമസ്കാരത്തിന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ആ നമസ്കാരം കൊണ്ട് നേടാനാവുന്നുണ്ടോ? ഏറ്റവും അവസാനമായി, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളൊരു വിചാരണ നടത്തണം. ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണോ മനുഷ്യർക്ക് വേണ്ടിയാണോ? മനുഷ്യർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു. ഏതും അതിന്റെ ഫലം മനുഷ്യർക്ക് കിട്ടും. അത് നിങ്ങളെ വിഷയമല്ല, അത് കിട്ടിക്കോളും. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യല്ല. അള്ളാഹു പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ അള്ളാഹുവിന്റെ മുമ്പിൽ, അതാണ് ഏറ്റവും പ്രധാനമായ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മുടെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിടാൻ നമുക്ക് സാധിക്കണം. അതൊരു പരന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ പുഴയാണ്. ആ പുഴയിൽ നിന്നുകൊടുക്കുന്നവരാകരുത് നാം. ആ പുഴയുടെ കരക്കത്ത് കയറി നിന്ന് അതിലേക്ക് നോക്കാൻ നമുക്കാവണം. അന്നേ രക്ഷപ്പെടൂ. അതിൽ നിന്നാൽ അത് ഒഴുകിക്കൊണ്ടുപോകും. അഥവാ ആ പോകുന്നത്, ആ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിലേ ചെയ്യാവൂ എന്നർത്ഥം. മൂന്നാമത്തേത്, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒറിജിനൽ ഭാവി ഏതാ? അത് ആഖിറത്താ. അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്റെ ഒരക്ഷരം, എന്റെ ഒരു നോട്ടം, എന്റെ ഒരു ചിരി, ഇതൊന്നും എനിക്ക് ആഖിറത്തിൽ നേട്ടമുള്ളതല്ലാത്ത ഒന്നും ഉണ്ടാകരുത്. മറ്റതൊക്കെ പ്രയാസമായിരിക്കും സഹോദരന്മാർ. ഏറ്റവും അവസാനമായി, മരിക്കാൻ തയ്യാറാവണം. മരണശേഷമുള്ള ജീവിതം നന്നാക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രീതിയിലുള്ളൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും.
അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, നശിച്ചു പോകും. ആ ഒരു തകർച്ച നമുക്കാർക്കും സംഭവിക്കരുത് സഹോദരന്മാരെ. ഈ 4 കാര്യം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മനസ്സ് ഹൃദയം പരിശോധിക്കണം, നമ്മുടെ നാവ് പരിശോധിക്കണം, പ്രധാനമാണ്. നമ്മുടെ സലാത്ത് പരിശോധിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക് വേണ്ടിയാണോ മനുഷ്യർക്ക് വേണ്ടിയാണോ പരിശോധിക്കണം. ഈ 4 പരിശോധനകൾ പോസിറ്റീവായി നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, പോസിറ്റീവായി പരിശോധനയുടെ റിസൾട്ട് കിട്ടിയാൽ മനസ്സിലാക്കിക്കോ, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് എത്തും. ഏതാണത്? മരണശേഷവും എന്നെക്കുറിച്ച് ഓർക്കുന്ന, എന്നെക്കുറിച്ച് പറയുന്ന, സ്മരിക്കുന്ന മക്കളുണ്ടാകും, മക്കളെ മക്കളുണ്ടാകും, നാട്ടുകാരുണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുവിന്റെ മലക്കുകളുണ്ടാകും. ആ സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ഫിർദൗസുൽ അലയിൽ നീ ഒരുമിച്ച് ചേർക്കണമേ. അർഹമുർ-റഹീമിനായ റബ്ബേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി നിന്നെ കണ്ടുമുട്ടുവാൻ. അർഹമുർ-റഹീമിനായ റബ്ബേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസമാകാൻ. അർഹമുർ-റഹീമിനായ റബ്ബേ, ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണമേ. അർഹമുർ-റഹീമിനായ റബ്ബേ, ജീവിതത്തിൽ ശഹവത്തുകളുടെ, ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഈ ഇച്ഛകളുടെ ശഹവത്തിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ.